ഹായ് ഫിഷ് ലവേഴ്സ്, ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഏഞ്ചല്, പോളാർ ബ്ലൂ, ഗപ്പി, ഓസ്കാറിൻ്റെ ചെറിയ കുട്ടികൾക്കടക്കം കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫുഡ് നിർമ്മിക്കുന്നതാണ്. ആദ്യം ഒരു അല്ലി വെളുത്തുള്ളി, നെത്തല്, പിന്നെ ചെമ്മീനും കൂടി ഉള്ളത്, പിന്നെ ഉണക്ക ചെമ്മീൻ, പിന്നെ മുരിങ്ങ, പിന്നെ സോയാബീൻ 20 ഗ്രാം, മുരിങ്ങ 20 ഗ്രാം, ഉണക്കച്ചെമ്മീൻ 20 ഗ്രാം, മീൻ 100 ഗ്രാം, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട, പിന്നെ കോൺഫ്ലവർ കുറച്ചും ആട്ടപ്പൊടി ഒരു 100 ഗ്രാമും. നമുക്ക് ഉണ്ടാക്കുന്ന വിധം നോക്കാം. ആദ്യം തന്നെ എല്ലാം ഒരു പാത്രത്തിലിട്ട് 3 മിനിറ്റ് 1200 എന്ന ടെമ്പറേച്ചറിൽ വെച്ച് വേവിക്കണം. 3 മിനിറ്റിൽ അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടീൻ നിലവാരം പോവും. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ മീനിന് എന്തെങ്കിലും ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവുമെന്ന്. ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിത് 2 വട്ടം ഉണ്ടാക്കി വീട്ടിലത്തെ മീനുകൾക്കൊക്കെ കൊടുത്ത് പരീക്ഷിച്ചതാണ്. അപ്പം ഇതുവരെ ഒരു പ്രോബ്ലംസും ഉണ്ടായില്ല. അപ്പം എല്ലാവർക്കും വീട്ടിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫുഡാണ്. കോൺഫ്ലവർ ആട്ടയ്ക്ക് ദഹിക്കുമെന്നൊക്കെ പേടിയുണ്ടാവും, പക്ഷെ ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 400 ml മാത്രം വെള്ളം ഒഴിക്കുക, അതിന് കൂടുതലൊന്നും ചെയ്യരുത്. അപ്പോൾ വെള്ളം പോലെ ആയിപ്പോവും. നമുക്ക് വേവിക്കാൻ വെക്കാം. 3 മിനിറ്റ് ടൈമർ വെച്ചിട്ടുണ്ട്. ഇനി വേവിക്കാം. ഇപ്പോൾ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് അരയ്ക്കാനിടാം. അതിൻ്റെ ഫുള്ള് വെള്ളം ഒഴിക്കരുത് കേട്ടോ, കുറച്ച് വെള്ളം, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം നമ്മൾ കുറച്ച് വെള്ളം മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കയ്യിൽ ഏതാണ് ഫിഷ് ഫുഡിൻ്റെ ബാക്കി കുറച്ചുള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ഇടാവുന്നതാണ്. അപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചെടുക്കാം. അതിന് മുന്നേ പുഴുങ്ങിയ മുട്ട ചേർക്കുന്നുണ്ട്. അതൊന്ന് കൈ കൊണ്ടൊന്ന് അമർത്തിയതിന് ശേഷം നമുക്ക് ഇതാക്കാം. നല്ലോണം ഇനി നമുക്ക് അരച്ചെടുക്കാം. ഒരു കഷ്ണം പോലും ഇല്ലാത്ത രീതിയിൽ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് നല്ല വീതിയുള്ളതിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഫാനിൻ്റെ ചൂട്ടിലാണ് ഇപ്പോൾ കുറച്ചേരം 3 മണിക്കൂറോളം ഫാനിൻ്റെ ചൂട്ടിൽ വെച്ചാൽ മതി. നമ്മളിപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ കഴിയാത്ത രീതി എനിക്കുണ്ടാണ്. അപ്പം ഇനി നമുക്ക് ഇത് ഉണക്കാൻ വെക്കാം. 3 മണിക്കൂറോളം നല്ല ഫാനിൻ്റെ കാറ്റിൽ വെക്കാം. അപ്പം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കാത്തതെന്ന് വെച്ചാൽ പൂച്ച മീനിൻ്റെ സ്മെല്ലെടുത്തിട്ട് ഇത് തിന്നാനും വരും. കൂടാതെ ഇപ്പം ഇവിടെ മഴക്കാലവുമാണ്. അപ്പം ഇനി നമുക്ക് ഇത് ഉണങ്ങുന്നതിനനുസരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ തവണ മാത്രം കോൺഫ്ലവറും ആട്ടപ്പൊടിയും ഉപയോഗിക്കുക. പിന്നീട് ആട്ടപ്പൊടി ഒരു 100 ഗ്രാം കുറച്ച് ഉപയോഗിച്ച് ഒരു ചപ്പാത്തിയുടെ മാവ് പരുവത്തിലാക്കി വെക്കാം. എന്നിട്ട് അത് ഉരുട്ടി ഇങ്ങനെ വെക്കുക. എന്നിട്ട് പാത്രത്തിൽ ഫ്രീസ് ചെയ്ത് വെക്കാവുന്നതാണ്. ആഴ്ചയിൽ 3 തവണ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് 3 മാസം വരെ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.